കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതായിരുന്നു മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുന്നു, ഒപ്പം തന്നെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ജോയിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലേക്ക് നേതാക്കന്മാർക്കൊപ്പം വേദി പങ്കിട്ട് എസ് രാജേന്ദ്രനും എത്തിയിരുന്നു. മുമ്പൊക്കെ പറഞ്ഞിരുന്നു പല അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളും ഉണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചാണോ വീണ്ടും ഈ ഒരു വേദിയിലേക്ക് എത്തിയത്? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് തീർന്നു എന്ന് പറയാനില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ അതാത് സ്ഥലത്ത് അതതുപോലെ നിൽക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പാണ്, അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ അറിയിക്കുമ്പോഴും ആവശ്യപ്പെടുമ്പോഴും ഈ സാഹചര്യങ്ങളിൽ മറ്റു വിഷയങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് കണക്കാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തത്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയോ? ഇപ്പോൾ അത് ചർച്ചാ വിഷയമല്ലല്ലോ. പാർട്ടി സെക്രട്ടറിമാർ സ്ക്രൂട്ടിനി നടത്തും, മെമ്പർഷിപ്പ് പുതുപ്പിക്കും. മെമ്പർഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിപരമായ ഓരോ ആളുകളുടെയും കാര്യമാണ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, പാർട്ടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടായാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കും. അക്കാര്യം അതേപടി അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് പ്രാധാന്യം. അത് ദേശീയ തലത്തിൽ അതിൻ്റെ പ്രാധാന്യമുണ്ട്, സംസ്ഥാനത്ത് ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെതായുള്ള പ്രാധാന്യത്തിൻ്റെ ഒരു പോറൽ പറ്റാതെ നിലപാട് സ്വീകരിക്കുക. അതിനുവേണ്ടി പൊരുതുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മുന്നണിയിലുള്ള ആളുകൾ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മുമ്പ് മണിയാശാൻ CPM-ൻ്റെ മുതിർന്ന നേതാവാണ്, അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ അല്പം മുമ്പ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജേന്ദ്രൻ ഒരിക്കലും പാർട്ടി വിട്ടു പോയിരുന്നില്ല, രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയപ്പെട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്, പാർട്ടിയാണെന്നാണ്. അദ്ദേഹം പറയുന്നതിൽ അല്പം തോന്നുന്നുണ്ടോ? അല്പം തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇവരെ അതിലൊന്നും മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലരുടെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴാണ് മാറ്റം വരിക? മാറ്റം എപ്പോഴും ഉണ്ടാകാം. മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിന് വിധേയമാണ്. മാറ്റം എപ്പോൾ വേണേലും സംഭവിക്കാം, അത് എങ്ങനെ വേണേലും സംഭവിക്കാം, ആർക്ക് വേണേലും സംഭവിക്കാം. അപ്പോൾ അതിൽ ആ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. മണിയാശാൻ തള്ളിപ്പറഞ്ഞു എന്ന് ഞാൻ ഒരു സമയത്തും കരുതുന്നില്ല. പുള്ളിയുടെ ഒരു സ്നേഹബന്ധത്തിൽ ഞാൻ വെടിവെക്കുമെന്നോ അല്ലെങ്കിൽ പിന്നെ അവൻ പുറത്ത് പോട്ടെന്നോ ഞാൻ അവനെ പുറത്താക്കുന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർ വിചാരിച്ചാലും ആര് വിചാരിച്ചാലും ഏതൊരു പാർട്ടിയിലും ആരെങ്കിലും തുടരണം എന്ന് ആഗ്രഹിച്ചാൽ അവരവർ അതാത് പാർട്ടിക്കകത്ത് തുടരും. ആരെല്ലാം വിചാരിച്ചാലും പുറത്താക്കാൻ പറ്റില്ല. ഇനി മെമ്പർഷിപ്പ് ഉണ്ടേലും ഇല്ലേലും ആരുടെയെങ്കിലും ആശയം പറിച്ചു മാറ്റാൻ പറ്റുമോ? അത് നടക്കില്ല. അത് പിന്നെ അതിൻ്റെ സാഹചര്യങ്ങൾ, നിലപാടുകൾ, സന്ദർഭങ്ങൾ ഇതിനെല്ലാം ഘടകങ്ങളാണ്. അത് അന്നേരമുള്ള കാര്യമാണ്. ഇപ്പോൾ അതല്ല. ഇതിപ്പോൾ അതിൻ്റെ ചർച്ചയ്ക്ക് ഉള്ള അവസരമല്ല. ഇപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി തുടരാനാണ് തീരുമാനം. പറ്റുന്നിടത്തോളം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാവില്ലേ, പാർട്ടിയാണോ എന്ന്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇടതുപക്ഷമാണ് ഒരു പാർട്ടി എന്ന്. CPM ഇപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാ പാർട്ടിയും കൂട്ടുകെട്ടാണ്. LDF ആണ് ഒരു പാർട്ടി. ഇപ്പോൾ പാർട്ടി LDF ആണ്, അതിൻ്റെ നേതാക്കളുണ്ട്. തെരഞ്ഞെടുപ്പാണ് അജണ്ട. ജോയിസിൻ്റെ വിജയത്തിനായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ജോയിസിൻ്റെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ജോയിസ് ഓടിയെത്താനും പ്രവർത്തിക്കുവാനും മനസ്സിന് ഒരു കരുത്തുണ്ടാവണം. അത് എന്നിലൂടെ ഒരു കുറവുണ്ടാകാൻ വേണ്ട. എന്തായാലും അത്തരത്തിലാണ് പാർട്ടിയുമായിട്ടുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ തന്നെ നിൽക്കുകയാണ്. അതൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ മുന്നിലുള്ള വിഷയം തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്ത് സജീവമാകുക എന്ന ഒരു നിലപാടാണ് എസ് രാജേന്ദ്രൻ എടുത്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.